വാട്സ്ആപ്പ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ നമുക്ക് വീട്ടിൽ ഒരു ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാം, അതായത് ഒരു സോഫ്റ്റ് സർഫേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചോദ്യം പലരും ചോദിച്ചതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആക്ച്വലി രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ രണ്ട് മെത്തേഡ്സും പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ മെത്തേഡ്സ് ആർക്കും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അതായത് എൻ്റെ പറമ്പ് ഞാനൊരു ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഞാനൊരു കുറച്ച് ദിവസമായി. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പല കാരണങ്ങളാൽ ലേറ്റ് ആവുകയാണ്. പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴയായിരുന്നു. പിന്നെ എൻ്റെ വീടിന് പെയിൻ്റ് അടിയായിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ അതും പറ്റില്ല. അതുകൊണ്ട് വീഡിയോ ഒരുപാട് ലേറ്റായെന്ന് എനിക്കറിയാം. ഓക്കെ, നമുക്ക് അധികം വൈകിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അതേപോലെ നിങ്ങൾക്ക് വീട്ടിലും സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഫ്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഫ്ലിപ്പും പിന്നെ ബാക്കിയുള്ള നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെ കാണുന്ന ഏരിയ ആണ് നമ്മുടെ ഏരിയ. ഈ പറമ്പ് നിങ്ങൾ എൻ്റെ രണ്ട് വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ജിംബോൾ വെച്ചിട്ട് ഒരു ഫ്ലിപ്പിൻ്റെ വീഡിയോ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് നമ്മൾ പടക്കങ്ങൾ വെച്ചിട്ട് നല്ല എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ വെച്ചായിരുന്നു. അന്നിത് ഫുള്ള് അന്നിത് ഫുള്ള് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ ചാക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈറ്റിന് വേണ്ടിയാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ഒരു ബ്ലോക്ക് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടി, വലിയ സേഫ്റ്റി ഒന്നുമല്ല, ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പോഞ്ച് കഷ്ണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കീറിയിട്ടുണ്ട്. ഈ സ്പോഞ്ച് കഷ്ണങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോൻ്റെ അകത്തുള്ള പോലെ തന്നെ നമ്മൾ സോഫ കടയിൽ നിന്ന് അവർ വെറുതെ ഒഴിവാക്കിയിട്ട് സോഫയുടെ പീസുകളാണിത്. ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമാണ് എടുത്തത്. ആ ജിംബോളിൻ്റെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ ജിംബോൾ വെച്ചിരുന്നത് ഈ കുഴിയിലായിരുന്നു. ഇതൊരു കുഴിയാണ് ആക്ച്വലി. നമ്മളിപ്പോൾ മണ്ണിട്ട് മൂടി, അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഇപ്പോൾ ബോൾ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കല്ലൊക്കെ പൊന്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ബോൾ പാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് കാടാണ്. അപ്പോൾ ഇവിടേക്കൊരു ചെറിയ വഴി ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഇതിലെങ്ങനെ ഓടി വന്ന് ഇവിടെ ചവിട്ടി ആ സ്പോഞ്ചിലേക്ക് ഫ്ലിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഞാൻ ഫ്രണ്ട് ഫ്ലിപ്പിൻ്റെ വീഡിയോ, അതേമാതിരി വെബ്സ്റ്റർ അങ്ങനത്തെ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര പെർഫെക്ഷനായിട്ട് അത് ചെയ്യില്ല. കാരണം എൻ്റെ ലാൻഡിങ് ചിലപ്പോൾ പോകാറുണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കാം എന്ന് വെച്ചിട്ടാണ് അത് ഞാൻ ചെയ്യാത്തത്. ഒരു പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലാൻഡിങ് കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ പുറമടിച്ചും വീഴാം. അപ്പോൾ അത് കണ്ട് ചിരിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഇതുപോലെ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തരുമ്പോൾ അത് ഞാൻ കൂടെ പെർഫെക്റ്റ് ആക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ ഫ്ലിപ്പിലേക്കും ഞാൻ അങ്ങനെ പോവാത്തത്. ട്രിക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ചില ഫ്ലിപ്പും ഇതൊന്നും ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് ലാൻഡും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫൂട്ടേജിലേക്ക് പോകാം. I'm walking around in the circle of life, doing the thing I know, walking the same ways 100 of times with the same soul. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ നേരത്തെ കാണിച്ച ചാക്ക് പ്ലാസ്റ്റിക് ചാക്കായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ചാക്കിൻ്റെ ഉള്ളിൽ മണ്ണാണ്, ഇവിടെ ഉണ്ടായിരുന്ന തന്നെ മണ്ണാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മഴ കാരണമാണ്. മഴ പെയ്ത് കഴിഞ്ഞ് നമ്മൾ തുണിച്ചാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉള്ളിലുള്ള മണ്ണും മഴയും കൂടെ കലർന്ന ഒരു ചളിയായി. പിന്നെ അത് ചവിട്ടുന്ന സമയത്ത് ഒരു ഉറപ്പില്ലാതെയും അതേപോലെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യവും ഉണ്ടാകും.
അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ചാക്കാണ് ഈ എടുത്തത്. പക്ഷേ ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കാല് സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ചാക്ക് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തുണിച്ചാക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ നല്ല ഗ്രിപ്പും കിട്ടും, നിങ്ങൾക്ക് മറിയാനൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോൾ തന്നെ ഒരു പ്രാവശ്യം ജസ്റ്റ് സ്ലിപ്പായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്ലിപ്പിലേക്ക് കാണാം. Talking about the same old stories I've heard about the people they think they know. But do you ever try up on the right side, put it up in your mind? Do you ever try to pop on the left side, put it up in your mind? It's gonna be hard. I'm here, run, try. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നല്ല അടിപൊളി മഴ കിട്ടി. അതുകൊണ്ട് തന്നെ ഫോണും ക്യാമറയൊക്കെ എടുത്ത് ഓടേണ്ടി വന്നു. ഞാനും നന്നായിട്ട് നനഞ്ഞ കോഴിയുടെ പോലെ ആയിട്ടുണ്ട്. അപ്പം വെബ്സർ അടിച്ച് ഏകദേശം ലാൻഡിങ് വരെ എത്തി നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ മഴ പെയ്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീരെ വാംപ്പ് ചെയ്യാതെ പോയിട്ട് ഫ്ലിപ്പ് ചെയ്തതാണ്. പിന്നെ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസും ഇല്ലായിരുന്നു. കുറച്ച് നാൾ മുന്നേയൊക്കെ നന്നായിട്ട് ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയതായിരുന്നു. ബീച്ചിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്തപ്പോൾ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് ബീച്ചും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊരു മൂഡും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മതി, നിർത്താം എന്നുള്ളൊരു മൂഡ് വന്നു പോകും ഓട്ടോമാറ്റിക്കലി. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വാമപ്പ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഫ്ലിപ്പിലേക്ക് കിടക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ മാത്രം നിങ്ങൾ ഫ്ലിപ്പ് പഠിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നെവർ ഗിവ് അപ്പ്. അതായത് ഒരുപാട് ആളുകൾ ഇപ്പോൾ കമൻസിൽ പറയുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, എനിക്ക് എന്നിട്ടും ഫ്ലിപ്പ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ശരിയാവുന്നില്ല എന്നുള്ള കാര്യം. അത് എനിക്കും ഇതുപോലെ മുന്നത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏകദേശം 5-6 വർഷത്തോളമായി ഈ ഫീൽഡിലുണ്ട്. അതായത് ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാത്രം 5-6 വർഷങ്ങളിൽ. അപ്പം എനിക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഫ്ലിപ്പ് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറ്റും, ഒരു മാസം കൊണ്ട് പറ്റും, ചിലപ്പോൾ ഒരു വർഷം സമയമെടുക്കും. അത് കിട്ടുന്നവരെ അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏക സൂത്രവാക്യം. അത് ഈ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. കിട്ടുന്നവരെ പിറകെ പോവുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂത്രവാക്യം. ഓക്കെ, അപ്പോൾ ഗിവപ്പ് ചെയ്യാതെ, നിങ്ങൾ ഇഞ്ചുറീസ് ഒന്നും വരുത്താതെ പ്രാക്ടീസ് ചെയ്യുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.